യെസ് ഗൈസ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജിജിൻ വേജ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് മൊബൈൽ ഫോൺസാണ്. അതായത് 30,000 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും അടിപൊളി ഫോണുകൾ ഏതാണെന്നുള്ളതാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ കുറച്ച് ഫോൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഏകദേശം 5 ഫോണുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 30,000 ഇടയിലേക്ക് വരുന്ന 5 ഫോണുകൾ ഏതാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, സ്പെസിഫിക്കേഷൻസ് എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഐക്യൂൻ്റെ ഭാഗത്തുനിന്നുള്ള ഐക്യൂ നിയോ 7 Pro എന്ന് പറഞ്ഞ ഫോണാണ്. 6.78 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED 120 Hz HDR10 സപ്പോർട്ടുള്ള 1300 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നെസ് ഉള്ള ഒരു മൊബൈലാണ് നമുക്കിവിടെ വരുന്നത്. Android 13 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. വൺ ടച്ച് 13 OS ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ലീൻ UI ഒക്കെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കും. ഇതിൻ്റെ പ്രൊസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ പറഞ്ഞുള്ള സ്നാപ്ഡ്രാഗൺ 8+ Gen 4 nm പ്രൊസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോണിനൊപ്പം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗെയിമിങ്, ഫോട്ടോഗ്രാഫി, അതുപോലെ വീഡിയോഗ്രാഫി, കണ്ടന്റ് ക്രിയേഷൻ, HDR10 ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്ക് ഈ ഒരു ഫോണിൽ കണ്ടന്റ് വാച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 16 MB ഒരു സെൽഫി ക്യാമറ, അതുപോലെ തന്നെ 50 MB + 8 MB + 2 MB ക്യാമറയാണ് നമുക്ക് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 4K 30 FPS വരെയൊക്കെ നമുക്ക് എന്തായാലും ഇതിൽ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഹൈറസ് ഓഡിയോ സപ്പോർട്ട്, അതുപോലെ NFC ടാഗ് സപ്പോർട്ട്, 5000 mAh ബാറ്ററി ബാക്കപ്പും 120 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടാണ് നമുക്ക് ഈ ഒരു ഫോണിനൊപ്പം വരുന്നത്. നമ്മുടെ രണ്ടാമത്തെ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ ഷോമിൻ്റെ ഭാഗത്തുനിന്നുള്ള ഷോമി പോക്കോ F5 ആണ് നമ്മുടെ രണ്ടാമത്തെ ഫോൺ. 6.67 ഇഞ്ചിൻ്റെ AMOLED 120 Hz HDR10, അതുപോലെ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടും, അതുപോലെ 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ്സും നമുക്ക് ഈ ഒരു ഫോണിനൊപ്പം വരുന്നുണ്ട്. ഇതിൽ ഡോൾബി അറ്റ്മോസും HDR10 ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് കണ്ടന്റ് ക്രിയേഷനും വീഡിയോസ് വാച്ച് ചെയ്യാനും മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഫോണായിട്ട് നമുക്ക് പറയാൻ പറ്റും. പ്രൊസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ പറഞ്ഞുള്ള സ്നാപ്ഡ്രാഗൺ 7+ Gen 2 4 nm പ്രൊസസ്സറാണ് നമുക്കിതിൽ വരുന്നത്. ഇതും അത്യാവശ്യം ഗെയിമിങ്ങിനും അതുപോലെ വീഡിയോ എഡിറ്റിങ്, ഫോട്ടോഗ്രാഫി, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഫോൺ തന്നെയാണ്. 64+8+2 MB ക്യാമറ നമുക്കിതിൽ വരുന്നുണ്ട്. അതുപോലെ 16 MB ഒരു സെൽഫി ക്യാമറയും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ 5000 mAh ബാറ്ററി ബാക്കപ്പിനോടൊപ്പം 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണ് കൊടുക്കുന്നുണ്ട്. AnTuTu സ്കോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 9,31,174 ആണ് ഇതിൽ വരുന്ന AnTuTu സ്കോർ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹൈ എൻഡ് ഗെയിമിങ്ങും പെർഫോമൻസും ഒക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമ്മുടെ മൂന്നാമത്തെ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ OnePlusൻ്റെ ഭാഗത്തുനിന്നുള്ള OnePlus Nord 3 ആണ് നമ്മുടെ മൂന്നാമത്തെ ഫോൺ. 6.74 ഇഞ്ചിൻ്റെ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ വരുന്നത്. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും HDR10+ സപ്പോർട്ടും 1450 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ്സും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. Android 13 അതുപോലെ തന്നെ Oxygen OS 13.1 സപ്പോർട്ട് നമുക്ക് ഈ ഒരു ഫോണിലുണ്ട്. മീഡിയടെക്കിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന MediaTek Dimensity 9000 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇതൊരു 4 nm പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ അത്യാവശ്യം അടിപൊളി ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 50+8+2 MB ക്യാമറ നമുക്ക് ബാക്കിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 16 MB ഒരു അടിപൊളി സെൽഫി ക്യാമറ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ബാക്കിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ ഡ്രാഗൺടെയിൽ ഗ്ലാസ് ആണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത്. LED സ്ലൈഡർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ IR ബ്ലാസ്റ്ററൊക്കെ നമുക്ക് ഈ ഒരു ഫോണിലും വരുന്നുണ്ട്. ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുമ്പോൾ 5000 mAh ബാറ്ററി ബാക്കപ്പിനോടൊപ്പം 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. 8,40,865 ആണ് ഇതിൽ വരുന്ന AnTuTu സ്കോർ. നാലാമത്തെ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ റിയൽമിൻ്റെ ഭാഗത്തുനിന്നുള്ള Realme GT Neo 3 എന്ന് പറഞ്ഞ ഫോണാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. 6.7 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. ഇതിൽ HDR10 സപ്പോർട്ടും 120 Hz റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. Android 12 ആണ് നമുക്ക് ബോക്സിൽ വരുന്നത്. അപ് ടു 13 വരെ, Android 30 വരെയുള്ള അപ്ഗ്രഡേഷൻ അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽമിൻ്റെ ഭാഗത്തുനിന്നുള്ള UI 3.0 ആണ് ഇതിൽ വരുന്ന OS. MediaTekൻ്റെ ഭാഗത്തുനിന്നുള്ള MediaTek 8200 5 nm പ്രൊസസ്സറാണ് നമുക്ക് ഈ
ഒരു ഫോണിൽ വരുന്നത്. 50+8+2 MB ക്യാമറ നമുക്ക് ഇവർ തരുന്നുണ്ട്. അതുപോലെ തന്നെ 16 MB ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെൽഫി ക്യാമറ നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഫ്രണ്ട് ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിലും വരുന്നത്. അതുപോലെ തന്നെ 5000 mAh ബാറ്ററി ബാക്കപ്പിനോടൊപ്പം 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിന് 4500 mAh 150 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടും ബാറ്ററി ബാക്കപ്പും ഉള്ള വേറൊരു റേഞ്ച് ഫോണും കൂടി ഇതിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 5000 mAh ബാറ്ററി ബാക്കപ്പ് ഉള്ളതാണോ 4000 mAh ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോണാണോ എടുക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. 8,19,348 ഇതിൽ വരുന്ന AnTuTu സ്കോർ. ഹോണറിൻ്റെ ഭാഗത്തുനിന്നുള്ള ഹോണർ 90 അതായത് 90 എന്ന് പറഞ്ഞ ഫോണാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. 6.7 ഇഞ്ച് HDR10 AMOLED 120Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഫോണാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. 13 Magic OS 7.1 ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. Snapdragon 7 Gen 1 Auxiliary Edition ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്ന പ്രോസസ്സർ. 200+12+2 MB ക്യാമറയും അതുപോലെ തന്നെ 50 MB ഒരു സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുമ്പോൾ 5000 mAh ബാറ്ററി ബാക്കപ്പിനോടൊപ്പം അത് ചാർജ് ചെയ്യാൻ നമുക്ക് 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. പേപ്പർ ചേമ്പർ കൂളിങ്ങും മോണോ സ്പീക്കറും അതുപോലെ തന്നെ റിയൽ ടൈം സ്വിച്ചിങ്, അതായത് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫ്രണ്ട് ക്യാം അല്ലെങ്കിൽ ബാക്ക് ക്യാം അങ്ങനെ സ്വിച്ച് ചെയ്യാനും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം പറ്റും. ഇതിന് AnTuTu സ്കോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5,75,122 ഇതിൽ വരുന്ന AnTuTu സ്കോർ. ഈ ഒരു ഫോണിൽ ഏത് ഫോണാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.